ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ലച്ചുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. ലച്ചു, ഹാപ്പി ബർത്ത്ഡേ. കണ്ണ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ലച്ചുവിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഞാനും ലച്ചും കണ്ണനും കൂടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന്. അപ്പോൾ ഇനിയാണ് ഞങ്ങളുടെ പിറന്നാൾ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. അതിന് തന്നെ ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്ക് മേടിച്ചു. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഇനി ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും, അതും സർപ്രൈസായിട്ടാണ് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആദ്യം രഞ്ജിതയുടെ വക ഗിഫ്റ്റ്, പിന്നെ പ്രവീണിൻ്റെയും രഞ്ജിത്തിൻ്റെ അരിച്ചേട്ടൻ്റെ വക അങ്ങനെ ഒരു ഗിഫ്റ്റ്, പിന്നെ എൻ്റെ വക. ലച്ചുവിൻ്റെ ചേച്ചി എനിക്ക് ഫണ്ട് അയച്ചു തന്നിട്ട് പറഞ്ഞ് മേടിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ലച്ചുവിൻ്റെ ചേച്ചീൻ്റെ വക ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാം സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെ പിറന്നാളും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ 6-7 പേരുണ്ട്. അപ്പോൾ ആരുടെ പിറന്നാളാണെങ്കിലും ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്ക് എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഇതൊക്കെ ഞങ്ങൾ ക്ലിനിക്കിലാട്ടോ പരിപാടി. ഡ്യൂട്ടി ടൈമിലാണ് എല്ലാവരും. ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഗ്യാപ്പിൽ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാ പരിപാടിയും ഞങ്ങൾ ഡ്യൂട്ടി ടൈമിൽ തന്നെ. അങ്ങനെ ക്ലിനിക്കിലെല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടി ഇന്ന് വീട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി, ഒരു നോൺ വെജും ഉണ്ടാക്കി, എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതൊക്കെയല്ലേ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സന്തോഷങ്ങൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം.
അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.